നമസ്കാരം. അപ്പോ ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 6, 2025 നിയമ ഡൈജസ്റ്റിൽ നിന്നുള്ള സുപ്രീം കോടതിയുടെ ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലേക്കും വിധികളിലേക്കുമാണ് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ, ഇതിൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ കുറച്ച് സങ്കീർണമായ നിയമവിഷയങ്ങളും വരുന്നുണ്ട്. ശരിയാണ്. ഈയൊരു വിശകലനത്തിലൂടെ എന്താണ് ഈ വിധികളുടെ കാതൽ, പിന്നെ ഇതിന്റെയൊക്കെ പ്രസക്തി എന്താണെന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ നോക്കാം, അല്ലേ? അതെ. നമുക്ക് കിട്ടിയ ഈ രേഖകളിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ആദ്യമായിട്ട് ഈ മോട്ടോർ വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തില് ഒരു 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാൾ അവർക്കൊരു അപകടം പറ്റിയാല് അവരുടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു വരുമാന നഷ്ടം കൂടി കണക്കിലെടുക്കണം. നഷ്ടപരിഹാരം നൽകുമ്പോൾ. അതെ, നഷ്ടപരിഹാരം നൽകുമ്പോൾ. ഇത് ലോകേഷ് ബി വേഴ്സസ് സൂര്യനാരായണ രാജു കേസിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇത് പ്രധാനമാണ്. കാരണം പലപ്പോഴും ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം കൃത്യമായിട്ടൊരു കണക്കെടുക്കാൻ കുറച്ച് പാടാണ്. ശരിയാണ്. അപ്പോ ആ ഒരു സാധ്യത തള്ളിക്കളയരുത് എന്ന് കോടതി പറയുന്നത് ശ്രദ്ധേയമാണ്. ഇത് ശരിക്കും ഒരു വലിയ വിഭാഗം ആളുകൾക്ക്, ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു ആശ്വാസമായേക്കാം. അതോടൊപ്പം തന്നെ ചേർത്തു വായിക്കേണ്ട ഒന്നാണ് കവിതാദേവി വേഴ്സസ് സുനിൽകുമാർ എന്ന കേസ്. ഓക്കെ. മരണപ്പെട്ട ആളുടെ ശമ്പളത്തിൽ അലവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് ആ തുക കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ അതും നഷ്ടപരിഹാരം കണക്കാക്കുമ്പോൾ പരിഗണിക്കണം. അപ്പൊ വെറും ബേസിക് സാലറി മാത്രമല്ല നോക്കേണ്ടത്. അല്ല, കേവലം ആ ശമ്പളക്കടലാസിലെ കണക്കുകൾക്കപ്പുറം ആ കുടുംബത്തിന് ശരിക്കും കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പിന്തുണ എന്തായിരുന്നു എന്നതിനാണ് കോടതി ഊന്നൽ നൽകുന്നത്. അതെ, ഓരോ കേസും വ്യത്യസ്തമായിരിക്കും. അതെ, ഓരോ കേസിന്റെയും ആ ഒരു സാഹചര്യം നോക്കി ട്രിബ്യൂണലിന് തീരുമാനമെടുക്കാം. ഇനി നമുക്ക് ക്രിമിനൽ നിയമങ്ങളിലെ ചില കാര്യങ്ങൾ നോക്കാം. ഈ സാക്ഷിമൊഴികളെപ്പറ്റി ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. ശൈൽകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് കേസില്. അതെ, അതിൽ സാക്ഷികളെ ഒരു 3 തരംതിരിക്കുന്നുണ്ട്. പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നവർ, പിന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തവർ, പിന്നെ ഒരു 3ാമത്തെ വിഭാഗം ഭാഗികമായി വിശ്വസിക്കാവുന്നവർ. അതെ, ഭാഗികമായി വിശ്വസിക്കാവുന്നവർ. ഇവരുടെ മൊഴിയിൽ നിന്ന് ശരിയും തെറ്റും, അതായത് നെല്ലും പതിരും വേർതിരിച്ചെടുക്കേണ്ടത് കോടതിയുടെ ചുമതലയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് നീതി നടപ്പാക്കുന്നതിൽ എപ്പോഴും ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. ശരിയാണ്. അതുപോലെ വളരെ ഗൗരവമുള്ള ഒന്നാണ് പോക്സോ നിയമപ്രകാരമുള്ള ഒരു കേസ്, ഭനൈ പ്രസാദ് രാജു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. സ്വന്തം പിതാവിനാൽ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടിയുടെ കേസാണിത്. കഷ്ടം. അപ്പോൾ കോടതി പറയുന്നത്, ഈ കുടുംബം എന്ന ആ അടിസ്ഥാന വിശ്വാസമില്ലേ, അതിനെ തന്നെ തകർക്കുന്ന കുറ്റകൃത്യമാണിത്. ഇതിനേറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണം. ശരിയാണ്. അതോടൊപ്പം തന്നെ ശിക്ഷ മാത്രം പോരാ, ഇരയായ കുട്ടിക്ക് അവരുടെ പുനരധിവാസത്തിന് ഊന്നൽ നൽകി നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും കോടതി പറയുന്നുണ്ട്. അപ്പൊ നീതിയെന്ന് പറയുന്നത് ശിക്ഷ മാത്രമല്ല, ഇരയുടെ സംരക്ഷണം കൂടിയാണ്. അതെ, അതൊരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ്. ഇനി ആർബിട്രേഷൻ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ ബീഹാർ വേഴ്സസ് സഞ്ജയ് കുമാർ കേസിൽ. ഒരു തർക്കത്തിൽ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടോ എന്ന് നോക്കുക. അത് മാത്രമാണ് സെക്ഷൻ 11(8) പ്രകാരം കോടതിയുടെ ഒരു പ്രധാന പരിഗണനാ വിഷയം. പക്ഷേ ഈ ഗുരുതരമായ വഞ്ചന പോലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിനൊരു പൊതുനിയമ പ്രത്യാഘാതമൊക്കെ ഉണ്ടെങ്കിൽ, അത് ആർബിട്രേഷന് വിടാൻ പറ്റില്ല എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഒരു തടസ്സമുണ്ട്. അതേസമയം തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. എന്താണ്? ഒരു സംഭവത്തിൽ തന്നെ സിവിൽ നടപടിയും ക്രിമിനൽ നടപടിയും ഒരുമിച്ച് പോകാം. ഓക്കെ. അപ്പോൾ ഒരു സിവിൽ തർക്കത്തിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആ സിവിൽ തർക്കം ആർബിട്രേഷൻ വിടാൻ പറ്റില്ല എന്ന് വരുന്നില്ല. രണ്ടും വേറെ വേറെ ആയിട്ട് കാണണം. അതെ, രണ്ടും അതിൻ്റെതായ വഴിക്ക് മുന്നോട്ട് പോകാം. ആ അതിർവരമ്പുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇനി CRPC, അതായത് ക്രിമിനൽ നടപടിച്ചട്ടത്തിൽ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. കെള്ളൂണാട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സെഷൻസ് കോടതിയുടെ അധികാരത്തെക്കുറിച്ചാണ്. പോലീസ് കൊടുത്ത കുറ്റപത്രത്തിൽ പേരില്ലാത്ത ഒരാളെയും, പക്ഷെ ആ കേസ് റെക്കോർഡുകളിൽ പങ്കാളിത്തം വ്യക്തമാണെങ്കിൽ വിചാരണ നേരിടാൻ പ്രതിയായി സമൻസ് അയക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമുണ്ട്. CRPC സെക്ഷൻ 193 പ്രകാരം. അതെ, 193 പ്രകാരം. ഇതിന് വിചാരണ തുടങ്ങുന്നതുവരെ കാത്തിരുന്ന് ആ സെക്ഷൻ 319 ഉപയോഗിക്കണമെന്നില്ല. എന്തുകൊണ്ടെന്നാൽ കോടതി കോഗ്നിസൻസ് എടുക്കുന്നത്, അതായത് ഒരു കേസ് പരിഗണനയ്ക്കെടുക്കുന്നത് കുറ്റകൃത്യത്തെ ഒഫൻസ് മുൻനിർത്തിയാണ്. കുറ്റവാളിയെ മാത്രം നോക്കിയല്ല. അതെ, കുറ്റവാളിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല.
ഇത് കോടതിയുടെ അധികാരപരിധിക്ക് ഒരു വ്യക്തത നൽകുന്നുണ്ട്. ശരിയാണ്. കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഇനി അവസാനമായിട്ട് ബലാത്സംഗ കേസുകളിൽ ഇരയുടെ മൊഴിയുടെ പ്രാധാന്യം പറയുന്ന ഒരു വിധിയുണ്ട്. ദീപക് കുമാർ സാഹു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്. ഓക്കെ. ഇതിൽ പറയുന്നത് ഇരയുടെ മൊഴി വിശ്വസനീയമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ മറ്റ് ശക്തമായ തെളിവുകൾ, അതായത് വൈദ്യപരിശോധനാ റിപ്പോർട്ടിലോ മറ്റോ കാര്യമായ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷ വിധിക്കാമെന്നാണ്. അതെ, ഇരയുടെ വിശ്വസനീയമായ വാക്കിന് നിയമം അത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. തീർച്ചയായും ആ മൊഴിയുടെ വിശ്വാസ്യത കോടതിക്ക് ബോധ്യപ്പെടണമെന്നത് പ്രധാനമാണ്. തീർച്ചയായും. അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് നഷ്ടപരിഹാരം എങ്ങനെ കണക്കാക്കണം എന്നതിലെ ചില സൂക്ഷ്മമായ കാര്യങ്ങൾ, സാക്ഷിമൊഴികളെ എങ്ങനെ വിലയിരുത്തണം, പിന്നെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിലെ കർശന നിലപാട്, ആർബിട്രേഷന്റെ സാധ്യതകളും പരിമിതികളും. അതെ, കോടതിയുടെ അധികാരപരിധി, ഇരയുടെ മൊഴിയുടെ പ്രാധാന്യം, ഇങ്ങനെ നിയമത്തിന്റെ പല തലങ്ങളെ തൊടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഡൈജസ്റ്റിൽ ഉണ്ടായിരുന്നത്. ശരിയാണ്. ഈ വിധികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിയമത്തിന്റെയും നീതിയുടെയും ആ ഒരു സങ്കീർണതയെക്കുറിച്ചാണ്. ഓരോ കേസും അതിൻ്റേതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കും ഒരുപക്ഷെ ആലോചിക്കാവുന്നൊരു കാര്യമാണ്. അതായത് നിയമത്തിന്റെ ആ എഴുതപ്പെട്ട ചട്ടക്കൂടുകളുണ്ടല്ലോ, അതും ഓരോ വ്യക്തിഗത കേസിലെയും നീതിയുടെ താൽപ്പര്യങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. അത് കോടതികൾ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? ഒരുപക്ഷെ ഇതായിരിക്കാം നമ്മുടെ നിയമവ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി.